നമസ്കാരം. കഴിഞ്ഞ ദിവസം സെല്ലുകളുടെ ആരോഗ്യത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു. വീണ്ടും ഒരു വീഡിയോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നത് കുറച്ച് കാര്യങ്ങൾ കൂടി പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, എനർജറ്റിക്കായിട്ട് ജീവിക്കണമെങ്കിൽ സെല്ലുകളുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയുകയും പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. സെല്ലുകളെപ്പറ്റി നമ്മൾ അറിയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഭൂമുഖത്ത് എത്ര ആൾക്കാരുണ്ടോ അതിൻ്റെ 7000 മടങ്ങാണ് നമ്മുടെ സെല്ലുകൾ എന്നറിയുക. ഈ സെല്ലുകൾ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നിടം വരെ നമ്മുടെ ശരീരത്ത് എല്ലാ ദിവസവും മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ അളവിൽ. ഈ സെല്ലുകളുടെ ആരോഗ്യം, നിലനിൽക്കുന്ന സെല്ലുകൾക്ക് നല്ല ആരോഗ്യം കൊടുക്കുകയും ജനിക്കുന്ന സെല്ലുകൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ വരാനുമുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്താൽ ഈ പറഞ്ഞ സൗന്ദര്യവും ആരോഗ്യവും ഊർജവും യുവത്വവും ഒക്കെ നമുക്ക് നിലനിർത്താൻ ആയി സാധിക്കും. അതിനുവേണ്ടി നമ്മൾ അറിയേണ്ട കാര്യം, ഇപ്പം നമ്മൾ ഏറ്റവും അധികം നമുക്കറിയുന്നൊരു കാര്യം, അല്ല നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഓർഗനാണ് നമ്മളുടെ സ്കിൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ. സ്കിന്നിൻ്റെ പാളികളുടെ ആരോഗ്യം വെറും 14 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക, അല്ലെ സ്കിന്നിൻ്റെ സെൽസിന് വേണ്ടി നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്? നല്ലവണ്ണം വെള്ളം കൊടുക്കുക, വെള്ളം കുടിപ്പിക്കുക. ശരിക്കും നമ്മളുടെ ശരീരത്തിൻ്റെ തൂക്കമുണ്ടല്ലോ, ഇപ്പോൾ ഒരു 60 കിലോയുള്ള ഒരാളാണെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കുക. കൂടാതെ പച്ചക്കറികളും പഴങ്ങളും നല്ലവണ്ണം കഴിക്കുക. WHO കണക്ക് പ്രകാരം ശരാശരി ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി ഒരു 400 തൊട്ട് 500 ഗ്രാം പച്ചക്കറിയും പഴങ്ങളും കഴിക്കണമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഹെൽത്ത് റിസർച്ച് സെൻറ്റർ പറയുന്നത് കുറഞ്ഞ ഒരു 100 ഗ്രാം പച്ചക്കറിയും 100 ഗ്രാം പഴങ്ങളും 400 ഗ്രാം പച്ചക്കറിയും കഴിക്കണമെന്നാണ് പറയുന്നത്, അധികം വേവിക്കാതെ. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്കിൻ. അതായത് വെറും 14 ദിവസം മാത്രം പ്രായമുള്ള നമ്മുടെ സ്കിന്നിൻ്റെ സെൽ, അതായത് ഈ പാളികളുടെ സെല്ലുകൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ വെക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു ചെറിയൊരു സ്റ്റെപ്പാണ്. ഇനി ബാക്കിയുള്ള നമ്മളുടെ ചട്ടക്കൂടം ഉണ്ടല്ലോ, നമ്മുടെ എല്ലുകളുടെ ചട്ടക്കൂടം അല്ലേ, ഏതാണ്ട് 200-ലധികം എല്ലുകൾ, ചെറുതും വലുതും പരന്നതും ഒക്കെയായ അത്രയും അധികം എല്ലുകളുടെ സെല്ലേജ് എന്ന് പറഞ്ഞത് 25 തൊട്ട് 30 വയസ്സ് വരെയുണ്ട്. അതിനുശേഷമോ സെല്ലുകൾ ഈ ബോണിൻ്റെ സെല്ലുകളുടെ ഏജ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ കാൽസ്യവും വിറ്റാമിൻ ഡിയും കൊടുക്കുക എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ നമ്മൾ വെയിൽ കൊള്ളുക, കാൽസ്യത്തിൻ്റെ കാരണം ശരാശരി ഒരു മനുഷ്യൻ്റെ ബോഡി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു 1000 തൊട്ട് 1300 mg കാൽസ്യം വേണം. ഒരു ആരോഗ്യമുള്ള ഒരു ഫീമെയിലിനാണെങ്കിൽ 1100 തൊട്ട് 1500 കാൽസ്യം വേണം, 1300 mg കാൽസ്യം വേണം. പുരുഷന്മാർ കുറച്ച് മതി. അപ്പോൾ 30 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഈ കാൽസ്യം നമ്മുടെ ബോഡി സ്വീകരിക്കും 100%. അപ്പോൾ ആ കുറവ്, കാരണം ഒരു പരിധി കഴിയുമ്പം കാൽസ്യത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മുടെ ബോഡിയിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ടായിരുന്ന അത് ബോഡി സ്വീകരിക്കുകയും ആ കുറവിനെ പരിഹരിക്കാൻ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കാൽസ്യം ഉൾപ്പെടുത്തിയേ പറ്റൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യം ഉണ്ടായിരിക്കണം. കാൽസ്യം നൽകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ എഫക്റ്റീവായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കാൽസ്യം കോംപ്ലക്സ് പോലുള്ള സപ്ലിമെൻ്റാണ് കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് വരുന്നത്. കൂടാതെ വിറ്റാമിൻ ഡി, അത് നമുക്ക് സൂര്യപ്രകാശത്തിന് കിട്ടുന്നതാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം സൗജന്യത്തിന് വിലയില്ലല്ലോ, ഫ്രീ ആയിട്ട് കിട്ടുന്നൊന്നും ആർക്കും വേണ്ട.
രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് നമ്മളിതൊക്കെ അന്വേഷിക്കുന്നത്. സോ അതുകൊണ്ട് വിറ്റാമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നമ്മുടെ തലച്ചോറിൻ്റെ സെല്ലിൻ്റെ ഒരു രൂപഘടന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ കിട്ടും. അതിന് നമ്മളുടെ ലാസ്റ്റ് വരെ ഉണ്ട്. അതുപോലെ രണ്ടാമതൊരു കാര്യം നമ്മുടെ ഹാർട്ടിനുള്ള സെല്ലാണ്. ഹാർട്ട് സെല്ലും അതുപോലെ തന്നെയാണ്, അത് ലൈഫ് ലോങ് ആണ്. പിന്നുള്ളത് കണ്ണിൻ്റെ ഐ സെല്ലും അതുപോലെ തന്നെയാണ്. ഇനി നമ്മൾ അറിയേണ്ട നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥ. ഈ ദഹനേന്ദ്ര വ്യവസ്ഥയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ദഹനേന്ദ്ര വ്യവസ്ഥയിലെ സെല്ലുകളുടെ ആയുസ് നമ്മൾ അറിയണം. ഈ സെല്ലുകളുടെ ആയുസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ അലർട്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാനും സുഖകരമാക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനും നല്ല എനർജറ്റിക്കായിട്ട് പോകാനും യുവത്വം പാലിക്കാനും ഒക്കെ ഈ സെൽ രഹസ്യമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. സോ അതുവരെ നന്ദി.